അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഗൈസ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഫൈനലി അത് ഞാൻ ചെയ്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുളിച്ച് റെഡിയായി നോമ്പ് കുറിച്ചിട്ട് സാധാരണ പള്ളിയിലോട്ടൊക്കെ പോകും. അങ്ങനെ അടുക്കളയിൽ പോയപ്പോൾ അവിടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാമഗ്രികളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പോയി കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി, യാസീൻ ഓതി, ദുആയൊക്കെ ചെയ്തു. യാസീൻ ഓതി കഴിഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഹംദ് വന്നപ്പോൾ കുറച്ച് നേരം ഹംദുവിനെ വീഡിയോ ഒക്കെ എടുത്ത് ഹംദ് അവിടെ നിന്ന് ഹായൊക്കെ പറഞ്ഞ് ഹംദൊരു സന്തോഷമായി. അപ്പോൾ നോമ്പ് കുറിക്കാൻ സമയമായപ്പോൾ അവിടെ വന്നിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് വിളിച്ചു. നോമ്പ് തുറന്ന് ഷാർജയായിരുന്നു ജ്യൂസ്. അങ്ങനെ ഷാർജയൊക്കെ കുടിച്ച് നേരെ പള്ളിയിലോട്ട് പോയപ്പം എൻ്റെ മാമാരെ മക്കൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. അങ്ങനെ അവരോട് ഞാനും പള്ളിയിൽ പോയി നേരെ നിസ്കരിച്ച് അവിടെ ഇരുന്ന്, ഇതാണ് അൻസിൽ, എൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ നിസ്കരിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞ് അവിടെ ചോറുണ്ടായിരുന്നു. അങ്ങനെ ചോറും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ പറഞ്ഞ വഴിയാണ് സൽമാനും ഷായും കണ്ട. അവർക്ക് ചോറ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഷാ ഭയങ്കര തുള്ളലായിരുന്നു. പിന്നെ നേരെ ചോറ് കൊണ്ടുവന്ന് ഹംദൂരെന്ന് ഫ്രണ്ടിൽ വെച്ചപ്പോൾ ഹംദു അന്തം വിട്ടുപോയി. അങ്ങനെ കുറച്ച് നേരം ഹംദൂരെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പൂച്ച വന്ന് എനിക്കിവിടെ തരുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ തറാവിസ്കരിക്കാൻ പോയി. തറാവിസ്കരിക്കുമ്പോൾ പള്ളിയിൽ പോലത്തെ 2 കള്ളന്മാർ അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവന്മാരെ പൊക്കി. അങ്ങനെ അലിയെടുത്ത് ചോദിച്ചപ്പോൾ അലി പറഞ്ഞു, എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരല്ല, ഞാൻ പഠിക്കാൻ പോകുന്നു. പിന്നെ സൽമാനെ വിളിച്ചുകൊണ്ട് നേരെ പള്ളിയിലോട്ട്. സൽമാനായിരുന്നു ബൈക്ക് ഓടിച്ചത്. അങ്ങനെ പിന്നെ നേരെ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ സൽമാൻ കുറച്ച് ഷോട്ടൊക്കെ എടുത്ത് നേരെ പള്ളിയിലോട്ട് പോയി. അപ്പോൾ ഓളൊക്കെ എടുത്ത് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ജമാഅത്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിച്ചിട്ട് നേരെ പള്ളിയിലോട്ട് കയറിയപ്പോൾ അവിടെ തറാവിസ്കാരം തുടങ്ങി. അങ്ങനെ തറാവിസ്കാരത്തിന് നമ്മളും കൂടി. തറാവിസ്കാരം കഴിഞ്ഞ് ഉസ്താദിൻ്റെ 5 മിനിറ്റത്തെ പ്രസംഗം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. ഓക്കെ, ബൈ.